പ്രായത്തിൽ സ്ത്രീയോട് എനിക്ക് 131ാമത് മാരാമൺ കൺവെൻഷന് കോഴഞ്ചേരിയിൽ തുടക്കമായി. മാർത്തോമാ സഭാധ്യക്ഷൻ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്യുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. സംഭാഷണ വിഷയങ്ങളിലും അധികം തന്റെ മുന്നിൽ വരുന്നവരുടെ ദാഹം, വിശപ്പ്, ആരോഗ്യം, മാന്യത എന്നിവയിൽ കർത്താവ് സദാ ശ്രദ്ധാലുവായിരുന്നു. അടിസ്ഥാന ആവശ്യങ്ങൾ നിഷേധിക്കപ്പെട്ട ജനങ്ങളോട് കരുണാദ്രമായി ഇടപെടുന്നതിനും അവരുടെ ആവശ്യങ്ങളിൽ ക്രിയാത്മകമായി പ്രതികരിക്കുന്നതിനും യേശുവിനെ സാധിച്ചു. പുരുഷാരത്തെ ചിഹ്നവരും ചിതറിയുമായി കണ്ടതായ യേശു അവരുടെ മനസ്സറിയുകയും അവരുടെ വിശപ്പിന് മുമ്പിൽ നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് ശിഷ്യന്മാരോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സഭയുടെ ശുശ്രൂഷ സങ്കടമായി തീരുന്നത് നമുക്ക് ചുറ്റും മനുഷ്യർ അനുഭവിക്കുന്ന വ്യഥകളോടുള്ള പ്രതികരണത്തിലാണ്. ലോകത്തിൻ്റെ നീറുന്ന പ്രശ്നങ്ങൾക്ക് ഉത്തരമാകണം സഭ. ലോകത്തിൻ്റെ നീറുന്ന പ്രശ്നങ്ങൾക്ക് ഉത്തരമാകണം സഭ. മാരാമൺ കൺവെൻഷനും വചനധ്യാനവും നമ്മെ നയിക്കേണ്ടതും അത്തരത്തിലുള്ള അന്വേഷണത്തിലേക്കും പ്രവൃത്തി പദങ്ങളിലേക്കുമായിരിക്കണം. ഓരോ കാലഘട്ടവും സമൂഹത്തിൽ നിലനിൽക്കുന്നതും രൂപപ്പെടുന്നതും തിന്മകൾക്കും ചൂഷണങ്ങൾക്കുമെതിരെ ഈ കൺവെൻഷനിൽ നിന്ന് അർത്ഥവത്തായിട്ട് പ്രതികരണങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നത് വിസ്മരിക്കരുത്. സമകാലിക ലോകത്തിലെ ചില തിന്മകളിലേക്ക് ഈ കൺവെൻഷന്റെ ശ്രദ്ധ ക്ഷണിക്കുവാനായിട്ട് ഈ അവസ്ഥ ഞാൻ ശ്രമിക്കുന്നു. ഒന്ന്, ലഹരിയുടെ വ്യാപനം. ക്രമാതീതമായി വർദ്ധിക്കുന്ന ഒരു കാലയളവിലാണ് നാം ജീവിക്കുന്നത്. യുവ തലമുറയെ പറ്റി നാം കരഞ്ഞ് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ലഹരി വിൽക്കുന്നവർ വിദ്യാലയ പരിസരങ്ങളെ വലയം ചെയ്ത് കഴിഞ്ഞു. ഈ കഴിഞ്ഞ ക്രിസ്മസ് കാലയളവിൽ കേരള സ്റ്റേറ്റ് ബീവറേജ് കോർപ്പറേഷൻ 332 കോടി രൂപയുടെ റെക്കോർഡ് മദ്യവിൽപ്പന രേഖപ്പെടുത്തി. ഇത് മുൻ വർഷങ്ങളെക്കാൾ 18.99% വർധനവാണ്. ഡിസംബർ 24 ഏറ്റവും ഉയർന്ന പ്രതിദിന വിൽപ്പന 114 കോടി രൂപ. ബാറുകളുടെ എണ്ണവും ക്രമാതീതമായി പെരുകുന്നു. രാസ ലഹരി ഉൾപ്പെടെ കേസുകൾ നടന്നിട്ടുള്ളത് 27,000-ലേറെ അറസ്റ്റുകളാണ് എന്നത് മറക്കരുത്. തടയേണ്ടവ നിഷ്ക്രിയരായിട്ട് ഇരിക്കുന്നു. തന്മൂലം യുവതലമുറയെ നാശത്തിലേക്ക് നാമെ നയിക്കുകയും ചെയ്യുന്നു. 2, ഗുണ്ടായിസം. ജെൻസിയുടെ കേരളം നേരിടുന്ന മറ്റൊരു പ്രതിസന്ധി ലഹരിക്ക് അടിമപ്പെട്ട പ്രായപൂർത്തിയാകാത്തവർ ഗുണ്ടായിസം ഏറ്റെടുത്തിരിക്കുന്നു എന്നതാണ്. പ്രായപൂർത്തിയായില്ല എന്നതിൻ്റെ പേരിൽ ഇവരിൽ പലരും നിയമത്തിൻ്റെ പിടിയിൽ നിന്ന് പോലും രക്ഷപ്പെടുന്നു. കുറ്റവാളികളെ നേരിടുവാൻ നാട്ടിലുള്ളവർക്ക് പോലും ഭയമാണ്. പൊതുനിരത്തിൽ അമിത വേഗത്തിൽ ഇരുചക്ര വാഹനങ്ങളെ ഓടിക്കുന്നതിനെ ചോദ്യം ചെയ്താൽ പോലും ആക്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചു. അധ്യാപകർ പല വിദ്യാലയങ്ങളിലും എന്നെ ഭീതിയിലാണ്. അധ്യാപകർ അവമാനിക്കപ്പെടുന്നത് ഒരു രാജ്യത്തെ സംബന്ധിച്ച് ശുഭവാർത്തയല്ല. കുറച്ചുകൂടെ മാനവികതയും സ്നേഹവും നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാം. 3, സാമൂഹ്യ മാധ്യമങ്ങളും ഓൺലൈൻ ഗെയിമുകളും സൃഷ്ടിക്കുന്ന അരക്ഷിതാവസ്ഥ. മാറുന്ന ലോകത്തിൽ അവഗണിക്കാനാവാത്ത ഒന്നായി സമൂഹ മാധ്യമങ്ങൾ മാറിയിരിക്കുന്നു. ഇന്ന് സമൂഹ മാധ്യമം എത്തി നിൽക്കുന്ന അപജയത്തിൻ്റെ ആഴം വ്യക്തമാക്കുന്നതാണ് വളരെ അടുത്ത സമയത്ത് പയ്യന്നൂരിൽ പൊലിഞ്ഞതായുള്ള ദീപക് എന്ന ചെറുപ്പക്കാരൻ്റെ ജീവിതം. ഓൺലൈൻ ഗെയിമുകളുടെ വിനാശകരമായ സ്വാധീനത്തെ വെളിപ്പെടുത്തുന്ന സംഭവമായിരുന്നു ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ പ്രായപൂർത്തിയാകാത്ത 3 പെൺകുട്ടികൾ തങ്ങളുടെ ഫ്ളാറ്റിൻ്റെ 9ാം നിലയിൽ നിന്ന് ഒന്നിച്ച് ചാടി ജീവനൊടുക്കിയത്. ഗെയിമില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാനാകില്ല, ഇതാണ് ഞങ്ങളുടെ ലോകം എന്ന ഡയറി കുറിപ്പെഴുതിയാണ് അവർ ജീവിതത്തിൻ്റെ പടിയിറങ്ങിയത്. വിവേചന ബുദ്ധിയോടെ ഉപയോഗിച്ചാൽ ആശയവിനിമയത്തിനും ആസ്വാദത്തിനും ഫലപ്രദമായ ഇടമാണ് സമൂഹ മാധ്യമങ്ങൾ. ലോകത്തെ നിശ്ചലമാക്കിയ കോവിഡ് കാലത്തും കേരളത്തെ തകർത്തെറിഞ്ഞ മഹാപ്രളയത്തിലും വലിയ അനുഗ്രഹമായിരുന്നു ഇത്തരം സംവിധാനങ്ങൾ. റീച്ചും വരുമാനവും വർദ്ധിപ്പിക്കുവാൻ എല്ലാ അതിർവരമ്പുകളും ലംഘിക്കുന്നതും സാമൂഹിക ജീവിതത്തെ വിഷലിപ്തമാക്കുന്നതും നിസ്സാരമായി കാണരുത്. പുതിയ കാലത്തിൻ്റെ കമ്പമാണ് റീൽസും ലൈക്കും റീച്ചും. ലൈക്കുകൾ വാരിക്കൂട്ടാൻ സാഹസ്യമായ കാര്യങ്ങൾ ചെയ്യുന്നു. ഇതൊരു മാനസിക അടിമത്തമായി ഇന്ന് മാറുന്നു.
ലൈക്ക് കുറഞ്ഞാൽ നിരാശ ബാധിക്കുന്നു. സാഹസിക റിയൽ എസ്റ്റേറ്റ് ചിത്രീകരണത്തിന്റെ അമിതാവേശത്തിൽ മരണം സംഭവിച്ച നിരവധി സംഭവങ്ങൾ നമ്മളുടെ മധ്യത്തിലുണ്ട്. കോഴഞ്ചേരിയിൽ നടന്ന മാരാമൺ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സഭാധ്യക്ഷനായ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത.